നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറപ്പെടുവിച്ച നയം. യുഎസിലെ പ്രവാസി ഇന്ത്യക്കാർക്കേറെ ആശ്വാസം പകരുമെന്ന് കരുതിയിരുന്ന ഇന്ത്യൻ പൗരത്വ നിയമത്തിൽ വീണ്ടും ഭേദഗതി വരുത്തിയിരിക്കുന്നു. ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം മാർച്ച് 4 പുറപ്പെടുവിച്ച ഒരു വിജ്ഞാപനത്തിൽ 1955 പൗരത്വ നിയമത്തിലെ സെക്ഷൻ 7B ആണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. 2005 ഏപ്രിൽ 11, 2007 ജനുവരി 5, 2009 ജനുവരി 5 തീയതികളിൽ പുറപ്പെടുവിച്ച 3 മുൻ വിജ്ഞാപനങ്ങളെ ഇത് അസാധുവാക്കുകയാണ്. ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ അഥവാ OCIകളെ വിദേശ പൗരന്മാർ എന്ന് വിശേഷിപ്പിച്ച് അത് അപമാനിക്കുകയും നിയമവിരുദ്ധമായി തരംതിരിക്കുകയും ചെയ്യുന്ന വിജ്ഞാപനമാണിതെന്ന് വിമർശനം ഉയരുകയാണ്. പുതിയ വിജ്ഞാപനം ഇന്ത്യയിലെ OCIകളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും നാടകീയമായി വെട്ടിക്കുറയ്ക്കുന്നുവെന്നാണ് ആരോപണം ഉയർന്നത്. നിയന്ത്രണങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് പുതിയ ഭേദഗതി അവതരിപ്പിക്കുന്നത്. ഗവേഷണം നടത്തുന്നതിന് പ്രത്യേക മിഷനറി പ്രവർത്തനം നടത്തുന്നതിനോ അല്ലെങ്കിൽ പത്രപ്രവർത്തനം നടത്തുന്നതിനോ ഇനി മുതൽ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശം സന്ദർശിക്കുന്നതിനും OCIകൾക്ക് നിയന്ത്രണം ഉൾപ്പെടുന്നു. ഇതുകൂടാതെ വിദേശ വിനിമയ മാനേജ്മെന്റ് ആക്ടിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളുമായി OCIകളെ വിദേശ പൗരന്മാരായി മാറ്റുന്നു. റിസർവ് ബാങ്ക് മുൻ സർക്കുലറിലാണെങ്കിലും ഫെമയുടെ കീഴിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്കും ഇനി മുതൽ നിയന്ത്രണങ്ങൾ കർശനമാക്കും. കഴിഞ്ഞ 16 വർഷമായി OCIകളെ അവരുടെ സാമ്പത്തിക വിദ്യാഭ്യാസ അവകാശങ്ങൾക്കായി വിദേശ പൗരന്മാർ എന്നതിലുപരി പ്രവാസി ഇന്ത്യക്കാർ എന്ന് തുല്യമായി കണക്കാക്കിയ നിലപാടിനെ ഇത് മാറ്റുകയാണ്. എങ്കിലും പ്രവാസി ഇന്ത്യക്കാർ ഭൂമി വാങ്ങുന്നത്, വൈദ്യശാസ്ത്രം, നിയമം, വാസ്തുവിദ്യ, അക്കൗണ്ടൻസി എന്നിവ തുടരാനും ഇന്ത്യൻ പൗരന്മാരുമായി വിമാന നിരക്ക്, സ്മാരകങ്ങളിലേക്കും പാർക്കുകളിലേക്കും പ്രവേശന ഫീസ് എന്നിവയുമായി തുല്യത നേടാനും സാധിക്കും. NRIകൾക്ക് തുല്യമായി ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുന്നതിന് പ്രവാസി ഇന്ത്യക്കാർക്ക് തുടരാം. പക്ഷേ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായി നീക്കിവച്ചിരിക്കുന്ന സീറ്റുകൾ ലഭിക്കുന്നതല്ല. ഈ പുതിയ നിയന്ത്രണങ്ങളിൽ ഭൂരിഭാഗവും ജുഡീഷ്യറിയുടെ മുമ്പാകെ പ്രവാസി ഇന്ത്യക്കാർ സമർപ്പിച്ച വിവിധ കേസുകളിൽ സർക്കാർ നേരിട്ട തോൽവികൾ കൊണ്ടാണെന്ന് സൂചനയുമുണ്ട്. ഉദാഹരണത്തിന്, ഏതെങ്കിലും മിഷനറി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് പ്രത്യേക പെർമിറ്റായി പ്രവാസി ഇന്ത്യക്കാർ അപേക്ഷിക്കണമെന്ന പുതിയ നിബന്ധന അത്തരത്തിലൊന്നാണ്. ദില്ലി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് വിഭു ബക്രുവിന്റെ വിധി നടപ്പാക്കാനാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ആരോപണം ഉയരുന്നത്. എന്നാൽ ആ വിധിന്യായത്തിൽ ജസ്റ്റിസ് ബക്രു വ്യക്തമാക്കിയത് മതപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് OCIകളെ തടയുന്നതിൽ യാതൊരു നിയന്ത്രണവും ഇല്ല എന്നതാണ്. സമാനമായി ഇന്ത്യൻ പൗരന്മാർക്കായി നീക്കിവച്ചിരിക്കുന്ന സീറ്റുകൾക്കായി OCIകൾ മത്സരിക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ കർണാടക ഹൈക്കോടതിയുടെ വിധിന്യായത്തിലുണ്ട്. ജസ്റ്റിസ് PV നാഗരത്ന പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം നേടുന്നതിനായി OCI വിദ്യാർത്ഥികളെ ഇന്ത്യൻ പൗരന്മാരായി പരിഗണിക്കുമെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും ഇത് എത്രത്തോളം നടക്കുമെന്ന് കണ്ടറിയണം. പ്രവാസി ഇന്ത്യക്കാർ വിദേശ പൗരന്മാരാണെന്നും ഇന്ത്യൻ പൗരന്മാരല്ലെന്നും ആഭ്യന്തര മന്ത്രാലയം വാദിക്കുന്നത് ദില്ലി ഹൈക്കോടതിയുടെ മുമ്പാകെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യവഹാരങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്നും വിമർശനമുണ്ട്. ഇതിൽ OCIകൾ ഇന്ത്യൻ പൗരന്മാരെ പോലെ മൗലികാവകാശങ്ങൾ ആസ്വദിക്കുന്നുവെന്ന് കോടതിയിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വിദേശ പൗരത്വം കാരണം ദി വയറിന്റെ സിദ്ധാർത്ഥ് വർദ്ധരാജിനെ പോലുള്ള മാധ്യമപ്രവർത്തകരെ ലക്ഷ്യമാക്കിയിരിക്കാം ഈ നീക്കം. ഇന്ത്യയിൽ മാധ്യമപ്രവർത്തകരായി ജോലി ചെയ്യുന്ന നിരവധി OCIമാരുണ്ട്. ഇന്ത്യയിൽ മാധ്യമപ്രവർത്തകരായി തുടരാൻ ആവശ്യമായ അനുമതി നിഷേധിക്കാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചാൽ അവരുടെ ഭാവി ചോദ്യചിഹ്നമാകുകയും ചെയ്യും. ജുഡീഷ്യറിക്ക് നിയമാനുസൃതമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ബില്ലിനൊപ്പം ഇനി പറയുന്നവയും പ്രസ്താവിക്കുകയുണ്ടായി. ചില പ്രത്യേക രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ വംശജർക്ക് ഇരട്ട പൗരത്വം അനുവദിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ച ഉന്നതതല സമിതിയാണ് ഈ നിയമ ഭേദഗതി ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതോടെ ഇരട്ട പൗരത്വം അനുവദിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയാണ്. ഇന്ത്യൻ പ്രവാസികൾക്ക് ഇരട്ട പൗരത്വം ഏർപ്പെടുത്തുക എന്നതാണ് ബില്ലിന്റെ മുഴുവൻ ലക്ഷ്യമെന്നാണ് സൂചന. അതിനാൽ തന്നെ OCIകൾ വിദേശ പൗരന്മാരാണെന്ന അവകാശവാദം ആഭ്യന്തര മന്ത്രാലയം അടുത്തിടെയുള്ള വിജ്ഞാപനത്തിലൂടെ അവകാശപ്പെടുന്നത് അപലപനീയമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.